അപ്പോൾ ഈ സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ കൊടുക്കുന്ന ഡ്രഗ്സിൻ്റെ പ്രശ്നം അത് പെട്ടെന്ന് BP കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. BP കൂടിയായിട്ടുള്ള ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് ഒക്കെ കുറേ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ BP കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ പേഷ്യൻ്റെ ഹാർട്ട് റേറ്റ് അതെന്ന് പറഞ്ഞാൽ നെഞ്ചിലെ ഇടിപ്പ് അത് കുറയാനും നല്ല ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ സ്കോപ്പ് ഇട്ടിട്ട് വേണം നമുക്ക് ഈ ട്യൂബ് ഇടാൻ വേണ്ടി. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ലാറിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞ സ്കോപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ അത് ഇച്ചിരി സ്ട്രെസ് റെസ്പോൺസ് ആണ് ഉണ്ടാക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ തൊണ്ടയിൽ വേദന വരാൻ ചാൻസ് ഉണ്ട്. അതിന് നമ്മുടെ ഈ ട്യൂബ് ഊരിക്കഴിഞ്ഞ് അതെന്ന് പറഞ്ഞാൽ സർജറി എല്ലാം കഴിഞ്ഞ് ട്യൂബ് ഊരിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ചെറിയ തൊണ്ടവേദന ആൾക്കാർക്ക് പറയാൻ ചാൻസ് ഉണ്ട്. അതൊന്നില്ലെങ്കിൽ ട്യൂബ് ഇട്ടതിൻ്റെ ആവാം, അല്ലെങ്കിൽ സ്കോപ്പ് ഉപയോഗിച്ച് ട്യൂബ് ഇടാൻ ചെയ്തതിൻ്റെ ആവാം. അപ്പോൾ ഈ ട്യൂബ് ഇട്ടതിന് ശേഷം നമ്മൾ ആക്ച്വലി നമ്മുടെ മോണിറ്റർ ഉണ്ട്. അപ്പോൾ മോണിറ്റേഴ്സ് കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ നെഞ്ചിൻ്റെ ഇടുപ്പ്, നിങ്ങളുടെ BP, എങ്ങനെ നിങ്ങൾ ശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ, അത് നിങ്ങളായിട്ട് ശ്വസിക്കുന്നതാണോ അത് വെന്റിലേറ്റർ ആയിട്ട് തരുന്നതാണോ, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റും.